നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ക്ലബ് ഫുട്ബോളിൻ്റെ ആവേശത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് നമ്മൾ അന്താരാഷ്ട്ര ഫുട്ബോളിൻ്റെ ആവേശത്തിലേക്ക് എത്തുകയാണല്ലോ. കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ 13ഉം 14ഉം റൗണ്ട് മത്സരങ്ങൾ ഇതാ ഇങ്ങെത്തിക്കഴിഞ്ഞു. വരുന്ന വീക്കിലാണ് മത്സരങ്ങളുള്ളത്. ടീമുകളൊക്കെ അവരുടെ പ്രിപ്പറേഷനിലാണ്. ഇപ്പോൾ 12 റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ മുന്നിൽ മറ്റാരുമല്ല, അർജൻറ്റീന തന്നെയാണ്. അർജൻറ്റീന ഇതാ അടുത്ത വേൾഡ് കപ്പിൻ്റെ ക്വാളിഫിക്കേഷൻ തൊട്ടരികിലെത്തിക്കഴിഞ്ഞു എന്നർത്ഥം. 12 കളികളിൽ നിന്ന് 8 വിജയം, 1 സമനില, 3 തോൽവികൾ, 25 പോയിൻറ്റോടെ അർജൻറ്റീന ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഉറുഗ്വായി രണ്ടാമതുണ്ട്. 12 കളികളിൽ നിന്ന് അവർക്ക് 20 പോയിൻ്റാണുള്ളത്. ഇക്വഡോർ മൂന്നാമതാണ്, 12 കളികൾ 19 പോയിൻറ്റ്. കൊളംബിയ നാലാമതാണ്, 12 കളികൾ 19 പോയിൻറ്റ്. ബ്രസീൽ ആവട്ടെ 5-ാം സ്ഥാനത്ത്, 12 കളികൾ 18 പോയിൻറ്റ്. പരാഗ്വായ് 6-ാം സ്ഥാനത്ത്, 12 കളികൾ 17 പോയിൻറ്റ്. ബൊളീവിയ 13 പോയിൻറ്റോടെ 7-ാം സ്ഥാനത്ത്. വെനിസ്വല 12 കളികളോടെ 8-ാം സ്ഥാനത്ത്. ചിലി 9 കളികളോടെ 9 പോയിൻറ്റോടെ 9-ാം സ്ഥാനത്ത്. 7 പോയിൻറ്റോടെ പെറു 10-ാം സ്ഥാനത്ത്. ഇതാണ് കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ ഒരു പോയിൻ്റ് പട്ടിക. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യ 6 സ്ഥാനക്കാർ നേരിട്ട് വേൾഡ് കപ്പിന് യോഗ്യത നേടും. തൊട്ട് പിന്നിലുള്ള ടീം, 7-ാം സ്ഥാനത്തുള്ള ടീമിന് ഒരു ഇൻ്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫിന് അവസരവും ഉണ്ടാവും. കാരണം ഇപ്പോൾ പഴയ പോലെയല്ല, അടുത്ത വേൾഡ് കപ്പിന് 48 ടീമുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോൺമബോളിൽ നിന്ന് 6 ടീമുകൾക്ക് നേരിട്ട് യോഗ്യത ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്കയിലൊന്നുമല്ല ബ്രസീലും പരാഗ്വായും ഒക്കെ നിൽക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാലും ബ്രസീലിലേക്ക് ഒരു നിലവാരത്തിനുള്ള പെർഫോമൻസ് ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അവർ ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 12 കളികളിൽ നിന്ന് ആകെ 5 കളികളാണ് ജയിച്ചത്. 3 കളി സമനില, 4 തോൽവി. അവർ 5-ാം സ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ ഈ വീക്കിലെ മത്സരങ്ങൾ അവർ തോറ്റാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. 7-ാം സ്ഥാനത്തേക്കോ 8-ാം സ്ഥാനത്തേക്കോ ഒക്കെ വീഴാനുള്ളൊരു സാധ്യത അപ്പോഴവിടെയുണ്ട്. വിജയിച്ച് കഴിഞ്ഞാൽ 2-ാം സ്ഥാനത്തേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ നോക്കണം. അപ്പം ഏതൊക്കെയാണ് മത്സരങ്ങൾ എന്നുള്ളത് നോക്കുകയാണ്. 13-ാം റൗണ്ടിലെ മത്സരങ്ങൾ ആദ്യം നോക്കാം. 13-ാം റൗണ്ടിൽ മാർച്ച് 20-നാണ് കളികൾ. ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് 21-ന് പുലർച്ചെ. മാർച്ച് 21-ന് പുലർച്ചെ ചിലി പരാഗ്വയുമായിട്ട് കളിക്കുന്നു. 4:30-നാണ് ആ മത്സരം. പുലർച്ചെ ഇന്ത്യൻ സമയം 4:30. അന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം 6:15-നാണ് ബ്രസീൽ കൊളംബിയക്കെതിരെ കളിക്കുന്നത്. അന്ന് രാവിലെ ഇന്ത്യൻ സമയം 7 മണിക്കാണ് പെറുവും ബൊളീവിയയും തമ്മിലുള്ള മത്സരം. അടുത്ത ദിവസം, അതായത് മാർച്ച് 22-ന് പുലർച്ചെ 2:30-നാണ് ഇക്വഡോർ വെനിസ്വലയ്ക്കെതിരെ കളിക്കുക. മാർച്ച് 22-ന് പുലർച്ചെ 5 മണിക്കാണ് ഉറുഗ്വായ് വേഴ്സസ് ബ്രസീൽ മത്സരം മോണ്ടിവീഡിയോയിൽ വെച്ച് നടക്കുന്നത്. അതോടുകൂടി 13-ാം റൗണ്ട് മത്സരങ്ങൾ തീരും. 14-ാം റൗണ്ടിലാണ് നമ്മൾ കാത്തിരിക്കുന്ന ബ്രസീൽ അർജൻറ്റീന പോരാട്ടമുള്ളത്. 14-ാം റൗണ്ട് മത്സരങ്ങൾ മാർച്ച് 25-നാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് 26-ന്. മാർച്ച് 26-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 1:30-ന് ബൊളീവിയ വേഴ്സസ് ഉറുഗ്വായ് പോരാട്ടം. അന്ന് പുലർച്ചെ 5:30-ന് ചിലി വേഴ്സസ് ഇക്വഡോർ പോരാട്ടവും, വെനിസ്വല വേഴ്സസ് പെറു പോരാട്ടവും, കൊളംബിയ വേഴ്സസ് പരാഗ്വേ പോരാട്ടവും, അർജൻറ്റീന വേഴ്സസ് ബ്രസീൽ പോരാട്ടവും ഒരുമിച്ച് നടക്കുന്നു. ചുരുക്കത്തിൽ മാർച്ച് 25-ന് അല്ലെങ്കിൽ ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് 26-ന് പുലർച്ചെയുള്ള 5:30-ൻ്റെ കളികളാണ് നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം. നിലവിൽ മുന്നിലുള്ളത് അർജൻറ്റീനയാണ്. എന്ത് മാറ്റം ഇതിൽ സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി കോൺമബോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിക്കൊണ്ട് ഒന്നാമതുള്ളത് ലിയോ മെസ്സിയാണ്. 6 ഗോളുകളാണ് അദ്ദേഹം ഇപ്പോൾ നേടിയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് അൺഫോർച്ചുനേറ്റ്ലി ഇൻ്റർനാഷണൽ ബ്രേക്കിലെ മത്സരങ്ങൾ കളിക്കാൻ പറ്റില്ല. ഡാർവിൻ ന്യൂനസ് 5 ഗോളുകളുമായിട്ട് 2-ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അസിസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഹാമേസ് റോഡ്രിഗസും എഫേഴ്സൺ സ്വെറ്റൽഡോയുമാണ് 4 വീതം അസിസ്റ്റുകളുമായിട്ട് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.